Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നുള്ള പുകശല്യ വിഷയം ചൂടുപിടിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. മേഡം വരുന്നേക്കാളും 1 മണിക്കൂർ മുമ്പ് ഈ നിറച്ച് പുക താഴത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ മുനിസിപ്പാലിറ്റി സാറിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളവിടെ കൊടുത്തിട്ടുണ്ട്, ഇനി അവരെ എന്തെങ്കിലും മറുപടി കിട്ടിയാൽ മാത്രം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ സൂപ്രണ്ടിനെ കൊണ്ടും അതുകൊണ്ട് നിങ്ങളെ മറുപടിയാണ് അവർ നോക്കിയിരിക്കുന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കുഴപ്പമില്ലാണ് അവർ. പരാതി ഞാൻ റെക്കോർഡ് ചെയ്തു, അതിൻ്റെ ഇൻസ്പെക്ഷൻ നോട്ടിലുണ്ടാവും. അത് കഴിഞ്ഞ് അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെ സംവിധാനം കൊടുത്തിട്ടുണ്ട് ഉള്ള കാര്യങ്ങൾ, അവിടുത്തെ സാമ്പിൾ STPൻ്റെ സാമ്പിളടക്കം ഞാൻ എടുത്തിട്ടുണ്ട്. ആ സാമ്പിൾ റിസൾട്ടൊക്കെ വരട്ടെ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ മാഡത്തിനോട് സംസാരിക്കും. അതിൻ്റെ മറുപടി പറയേണ്ട മാഡം എന്തെങ്കിലും ഡയറക്ഷൻ കൊടുക്കേണ്ടതൊക്കെ ജില്ലാ ഓഫീസർ വേറെ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ റിപ്പോർട്ട് ചെയ്യട്ടെ, മാഡം എന്താ പറഞ്ഞാൽ നോക്കട്ടെ. എന്തെങ്കിലും ഡയറക്ഷൻ കൊടുക്കാണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെന്തായാലും നോക്കാം. ഇപ്പോൾ ചിലപ്പോൾ ഇന്ന് കുറച്ച് കത്തിക്കൽ കുറവായിരിക്കും, നാളെ ചിലപ്പോൾ കത്തിക്കണതിൻ്റെ ഇടയിൽ കൂടെ കുറേ സാധനങ്ങൾ കൂടി. അപ്പൊ നിങ്ങൾ വരണം നോക്കി ഈ സമയത്ത് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിന്റെ അല്ലാണ്ട് നിങ്ങളെ വിളിച്ച അവിടെ നിന്ന് എത്താൻ പറ്റില്ലല്ലോ. ബുദ്ധിമുട്ടാണ്. ഒരു ഇത്ര ദിവസത്തില്ല. ഞാൻ മാക്സിമം പെട്ടെന്ന് എടുത്തിട്ടുണ്ട് പരാതി. കുറേ പേരുടെ മാസ് കംപ്ലൈൻറ്റ് പോലെ കണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട് പരാതി. എന്തായാലും റിപ്പോർട്ട് ചെയ്യാം, കാര്യങ്ങൾ മുഴുവനായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. എത്രയും വേഗം അത് കുഞ്ഞു മക്കൾ വേറെ പുറത്തിറങ്ങി കളിക്കാൻ പറ്റും. മാഡത്തിനോട് ഡിസ്കസ് ചെയ്തിട്ട് മാഡം വേണ്ടതുപോലെ ചെയ്തോളൂ. അപ്പൊ അവര് പറഞ്ഞ് പരിസ്ഥിതി ബോർഡിൽ ഞങ്ങൾ കൊടുക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും നടപടി വന്നാലും മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പിന്നെ അവർ പറഞ്ഞു നിങ്ങൾ പരിസ്ഥിതി ബോർഡിനെ പ്രസ് ചെയ്യാൻ ഞങ്ങളെല്ലാവരും വിളിച്ച് അവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ട് കൊടുക്കുമ്പോൾ അവർ വന്ന് അന്വേഷിക്കും. അപ്പോൾ മുനിസിപ്പാലിറ്റി കൈകൊള്ളു. നമുക്ക് നോക്കാം എന്താണെന്ന്. ഞാൻ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള വേസ്റ്റ് ഉണ്ട്, ആ കവറേപ്പാട് ഇൻക്ലൂഡ് ആയിട്ട് പ്ലാസ്റ്റിക്കിന്റെ കവർ ഇൻക്ലൂഡ് ആയിട്ടാണ് അത് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ശല്യമായിരിക്കും. കൺട്രോൾ മെഷേഴ്സ് ഉണ്ടാവും അതിൽ. അപ്പോൾ ആ സംവിധാനത്തിൽ ചെയ്തിട്ടുണ്ട്. 2 തവണ ഒരു ഇൻസിൻട്രേഷൻ കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജ് ഇൻസിൻട്രേഷൻ കഴിഞ്ഞ് ഈ സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റാക്ക് കൂടെ പോകുക. അല്ല, അത് നിങ്ങൾ ചെക്ക് ചെയ്തായിരുന്നോ? അങ്ങനെയാണോ അത് വർക്ക് ചെയ്യുന്നുള്ളത് ചെക്ക് ചെയ്തായിരുന്നോ? എൻ്റെ അവിടെ സംവിധാനം കൊടുത്തിട്ടുള്ളതെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ പുഴുങ്ങി അലക്കിയ മണമില്ലേ, ആ മണം. പിന്നെ ഒരു ചാരും ഒരു സൈസ് മണം വരുമ്പോൾ ഈ ശ്മശാനത്തിന്റെ ഉള്ളിൽ കൂടെ ഈ ഇതൊക്കെ ഇറച്ചികൾ ഇങ്ങനെ കത്തിക്കണ മണം, ഈ ട്യൂബുകളൊക്കെ ആ മണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് കടയിൽ പോയിട്ടൊക്കെ വരുമ്പോൾ കാണാറുള്ളതാ, നോക്കിക്കൊണ്ട് പോവുള്ളൂ. അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് മണങ്ങളാണ്. ചില മണങ്ങൾ നീണ്ടു നിൽക്കും, ചിലത് പെട്ടെന്ന് അങ്ങോട്ട് പോകൂട്ടോ. അപ്പൊ നമ്മൾ മണം വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ കത്തിക്കുന്നതാണെന്ന് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 2 ആഴ്ചയായിട്ട് മണമുണ്ട്, പുകയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ചെറിയൊരു കുറവെന്ന് പറയാൻ കാരണം അവരെന്നെ പറഞ്ഞിരുന്നു 2 ആഴ്ചക്കുള്ളിൽ പൊല്യൂഷനിൽ നിന്ന് ആൾക്കാർ വരും, അവരന്വേഷിക്കട്ടെ, എന്നിട്ട് അവര് ഇവർക്ക് പേപ്പർ തരാൻ എന്താ ചെയ്യേണ്ടതെന്ന് അതനുസരിച്ച് ഞങ്ങൾ ചെയ്യാമെന്ന്. അത് അപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും വരുന്നത്. അതിന്റെ ഒരു കുറവാണ് ഇപ്പൊ കാണണത്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞോണം, ഞങ്ങൾ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നിങ്ങളിവിടെ എത്തുമ്പോഴേക്കും ആ മണം നിൽക്കും. പിന്നെ കുറെ നാളിങ്ങനെ പറഞ്ഞ് ആൾക്കാർ മടുക്കൂലോ, അതാണ് അവരുടെ ഉദ്ദേശം. കുറെ ആളെയുമ്പോ എല്ലാവരും തീരുമാനിച്ചിട്ടില്ല, മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇരിക്കുന്നത്. ഞാനവിടെ ചെക്ക് ചെയ്തായിരുന്നോ? നമുക്ക് ഒരുമിച്ച് പോയി നോക്കണമെങ്കിൽ അങ്ങനെ പോകാൻ പറ്റുമോ? നമുക്ക് മേഡം പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നോ? പ്ലാസ്റ്റിക് ഉണ്ട്, കത്തിക്കുന്നുണ്ട്. ഞാൻ നോക്കാം, ഞാൻ എന്തായാലും പറയാം. മാഡം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയിക്കാം. കാരണം പറയേണ്ട ആൾ ഞാനല്ല, അങ്ങനെ അഭിപ്രായം പറയേണ്ട ഒരാളല്ല. ഞാൻ റിപ്പോർട്ട് ചെയ്യാം, നിങ്ങൾ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി. അത്രേ ഉള്ളൂ. അത് മാത്രമല്ല എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല.
എന്തായാലും സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട്. നമ്മുടെ സ്ഥിതി മരത്തിനോടല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. സാക്ഷിയല്ലോ ഇപ്പൊ നേരത്തെ വന്നപ്പോ പ്ലാസ്റ്റിക്കിന്റെ കത്തണ മണം മേഡത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പരാതി അവിടെ കിട്ടിയിട്ടില്ല. മേഡം വന്നപ്പോ പതുക്കെ ഒരു പ്ലാസ്റ്റിക്കിന്റെ മണം ഉണ്ടായിരുന്നു ഇല്ലേ? സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നില്ലേ? അത് പതുക്കെ കൂടി കൂടി കൂടിയാണ് പറഞ്ഞത്. ചെക്ക് ചെയ്യട്ടെ, മാഡമായിട്ട് ഡിസ്കസും ചെയ്യട്ടെ. എന്തായാലും ഇത്രയും വലിയ സെറ്റപ്പ് ആയിട്ട് മാഡത്തിന് അറിയാണ്ടിരിക്കില്ല. മാഡത്തിന് അനുമതി ഉണ്ടെങ്കിലേ അറിയുന്നുണ്ടാവും. ഞാൻ ഫയൽ നോക്കിയിട്ടില്ല, പരാതിയാണ് ആദ്യം കാണുന്നത്. ആദ്യമായിട്ട് ഇൻസ്പെക്ഷന് അന്ന് ഞങ്ങള് പരിശോധന വന്നപ്പോ 2017 വരെ കത്തിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. ശേഷം ഞാൻ ആദ്യമായിട്ട് ഈ യൂണിറ്റിൽ ഇൻസ്പെക്ഷൻ ഇതെങ്ങനെ ഇതിന്റെ ഇത് ഇയർലി റിന്യൂ ചെയ്യണോ? അല്ല, എനിക്ക് അങ്ങനെ ഞാൻ പറയുന്ന ഒരാളല്ല. റിപ്പോർട്ട് ചെയ്യേണ്ടതും ഇത് നോക്കേണ്ടതും റെക്കോർഡിക്കലാക്കേണ്ട ഒരാളാണ്. അത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി. അതിലപ്പുറം ഞാൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ നോക്കിയിട്ട് മാഡം പറയും. എന്തെങ്കിലും ഡയറക്ഷൻ കൊടുക്കണമെങ്കിൽ മാഡമാണ് ജില്ലാ ഓഫീസറാണ് കൊടുക്കേണ്ടത്. ജില്ലാ ഓഫീസറുടെ പേരെന്താണ്? ശ്രീലക്ഷ്മി. നമുക്ക് എന്തായാലും ഇവരെ അറിയിക്കും കാര്യം നടക്കും. എത്രയും വേഗം ഇത് ഇതിന് പരിഹാരം കാണണം. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിൽ നിന്നുയരുന്ന പുകയാണ് പരിസരവാസികൾക്ക് ദുരിതമാകുന്നത്. നാട്ടുകാരുടെ പരാതി സംബന്ധിച്ച് മൈൻഡ് ഓഫ് അങ്കമാലി ഒരാഴ്ച മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെയാണ് പുകക്കുഴലിൽ നിന്ന് കറുത്തതും വെളുത്തതുമൊക്കെയായ പുക ഉയരുന്നത്. ഇത് രൂക്ഷമായ ആരോഗ്യ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നതെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. വാർഡ് കൗൺസിലർമാരോടും നഗരസഭയോടും പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ഗായത്രി മേഡം ആദ്യം ഇവിടെ നമ്മുടെ പോൾ ജോർജിനെ കൗൺസിലറെ വിളിച്ചിട്ടുണ്ടായിരുന്ന, അത് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അത് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ പോളിനെ വിളിച്ചു വരാൻ പറഞ്ഞിട്ട്, അപ്പോൾ എന്തോ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മേഡം ഇവിടെ വന്ന് അന്വേഷണം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ പോള് വന്നിട്ടുണ്ടായിരുന്നു. പോള് വന്നപ്പോൾ ഇങ്ങനെ കാര്യങ്ങളാണ്, അപ്പോൾ അവർ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു വരും മേഡം, അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയണ്ടേന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു വേറെ ഒരു മീറ്റിങ്ങിലാണ്, അത് കാരണം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സാജുവിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഫോൺ പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ അവർ കുറേ അകലെ നീങ്ങി കിടക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളല്ലേ പറയേണ്ടത്. ഇവര് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഇത്. ഇപ്പം അവരെ വായന്നെ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ടെന്നുള്ള ഒരു സൂചന നമുക്ക് അവരെ ഇതിൽ നിന്ന് കിട്ടി, സംസാരത്തിൽ നിന്ന് കിട്ടി. ഇനിയിപ്പോൾ അതില്ലാണ്ട് നോക്കാം, അവർ ഇനി കത്തിക്കാനുള്ള ഇനി വായു മലിനീകരണം ഇല്ലാത്ത രീതിയിലുള്ളതൊക്കെ അവരെ പേപ്പർ അനുമതി കിട്ടിയ പേപ്പറൊക്കെ അന്വേഷിക്കണം, എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ മേഡത്തിന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിലുള്ള മേളത്തിനെ റിപ്പോർട്ട് ചെയ്തിട്ട് അവർ വേണം മറുപടി തരാനെന്നാണ് പറയുന്നത്. ഇവർക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗായത്രി സ്ഥലത്തെത്തിയത്. പുകശല്യം സംബന്ധിച്ച് ചില സൂചനകൾ പരിശോധനയിൽ ലഭ്യമായതായാണ് അറിയുന്നത്. മേലുദ്യോഗസ്ഥർക്ക് പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഉചിതമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് നാട്ടുകാർ പറഞ്ഞു. ഒരു 6-7 വർഷമായിട്ട് നമ്മളിതിന്റെ പിന്നാലെ പുകയുടെ പിന്നാലെ നടക്കുകയാണ്. പക്ഷെ നമുക്കൊന്നും ഇതുവരെ നടപ്പാക്കി കിട്ടിയിട്ടില്ല. നമ്മൾ പല സ്ഥലങ്ങളും കയറാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കയറി, ഹോസ്പിറ്റലിൽ കയറി ഒരു 10 തവണ 15 തവണ നമ്മൾ ഹോസ്പിറ്റലിൽ കയറി പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി പറഞ്ഞു, കൗൺസിലർമാരോട് പറഞ്ഞു, അവർ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇത് എടുത്തിട്ടില്ല. അപ്പം മലിനീകരണ ബോർഡ് വന്നിട്ടുണ്ട്, അവർ ഓൾറെഡി ചെക്ക് ചെയ്ത് അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ കണ്ട സ്ഥിതിക്ക് നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഇത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി എങ്ങനെയാണെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ അവരുടെ മാനേജ്മെൻറ്റിൻ്റെയും അവരുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുമെന്നാണ്. അതിന് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെല്ലാവരും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.